ഫൗണ്ടർ ബ്രാൻഡ്. അതെ. ഫൗണ്ടർ ബ്രാൻഡ് അതാണ് യെസ്. ഫൗണ്ടർ ലെഡ് മാർക്കറ്റിംഗ് മോഡൽ. അത് തുടങ്ങി. അത് തുടങ്ങി എങ്ങനെയായിരുന്നു ആ ജേണി? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. അതൊരു എല്ലാരും ചെയ്യണം നിങ്ങൾ പറഞ്ഞു. അതെ, അതുകൊണ്ട് അതെ. ആ ജേണി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം എല്ലാരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കണം. തീർച്ചയായിട്ടും, ആ. തീർച്ചയായിട്ടും. അതിൻ്റെത് പ്യുവർലി എന്താ പറയാ, ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഒരു ഡിസിഷൻ ആയിരുന്നു അത്. ഉം. എസ്പെഷ്യലി മാർക്കറ്റ്സ് ലൈക്ക് US, അവിടെയാണ് കൂടുതൽ പ്രിഡോമിനൻ്റ്ലി ഞാൻ കാണുന്നത്. അതിപ്പോൾ ഒരു ലെറ്റ്സ് സേ ഒരു ഒരു മന്ത്ലി $10,000 ചെയ്യുന്ന ആളായാലും അല്ലെങ്കിൽ 10 മില്യൺ ചെയ്യുന്ന ഒരു ഒരു ഓണർ ആയാലും അവർ ചെയ്യുന്നുണ്ട്. അവരവരുടെ ജേർണി ബേസിക്കലി ബിൽഡിംഗ് ഇൻ പബ്ലിക് എന്ന് പറയും. കറക്റ്റ്. ബിൽഡ് ഇൻ ആ പബ്ലിക്. ആ ഒരു മോഡലാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ആ ഒരു മോഡൽ നമ്മൾ ഇവിടെ കുറച്ചും കൂടെ ചില കാര്യങ്ങൾ, ഇപ്പം എത്രത്തോളം ദുബായ് പ്രോഗ്രസീവ് ആണ്, ചില കാര്യങ്ങൾ കുറച്ചും കൂടെ ബാക്ക്വേർഡ് എന്ന് ഞാൻ പറയും. അതെ. ബീറ്റ് ദ മാർക്കറ്റിംഗ് സ്റ്റൈൽ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ചില ടെക്നീക്സും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഇന്ത്യ ഓൾറെഡി മുന്നോട്ടാണ് അങ്ങനത്തെ ചില കാര്യങ്ങൾ. അപ്പം അപ്പം ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഞാൻ ചെയ്തു തുടങ്ങിയത് തന്നെ ഇതിനൊരു ഒരു ചെറിയൊരു ഗ്യാപ്പും അറ്റ് ദ സെയിം ടൈം നമുക്ക് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതെ. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഒരു ഐ എം നോട്ട് ഷുവർ അതൊരു അപ്പർ ഹാൻഡ് ആണോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജോ എനിക്ക് അറിയില്ല. ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഒരു 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 ഗ്ലോബൽ അല്ലെങ്കിൽ ഒരു ലക്ഷറി ചോക്ലേറ്റ് ബ്രാൻഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ True. അതെങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ ചിലവർ ചിലപ്പം ദേ മൈ ജഡ്ജ് ദ ബുക്ക് അതെ. ഫ്രം ദ ഗെറ്റ് ഗോ. ശരിയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചില ഡിസിഷൻസ് എടുക്കുന്നതും എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതും കുറച്ചും കൂടെ ട്രാൻസ്പെറൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പേജ് സ്റ്റാർട്ട് ചെയ്തത്. നൈസ്. അപ്പം നമ്മൾ അതിൻ്റെ ജേർണി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്പയർഡായി. അതിൽ നിന്ന് രണ്ടാമത് നമ്മൾ യുനോ വി വോണ്ട് ഷോ ദാറ്റ് നമ്മൾ ആസ് എ ബിസിനസ് നമ്മൾ കംപ്ലീറ്റ്ലി ഹാൻഡ്സ് ഓൺ ആണ്. ഓക്കെ. അതിന് മുമ്പ് ഈ ഇൻസ്പയർഡ് ആയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഫ്രം വേർ ഡിഡ് യു ഗെറ്റ് ദോസ് ഇൻസ്പിറേഷൻസ്? എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ ഈ അലക്സ് ഹോർമോസി എന്ന് പറഞ്ഞൊരു ക്രിയേറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് മൈ ഞങ്ങളൊക്കെ ബിഗ്ഗസ്റ്റ്. ഇൻസ്പയർഡ് ആണ്. അലക്സ് ഹോർമോസിന്റെ ഒരു ദുബായ് വേർഷൻ ആണ് മെഹദി. അതെ അതെ അതെ. ബട്ട് ഇറ്റ്സ് ഇൻസെയിൻ. പുള്ളിക്കാരൻ തരുന്ന വാല്യൂ ഇസ് ഇൻസെയിൻ. അപ്പം അമേസിങ്. ഐ വുഡ് സജസ്റ്റ് എനി ഫൗണ്ടർ ടു ചെക്ക് ഹിം ഔട്ട്. അപ്പം അവിടുന്ന് നമ്മൾ ആസ് എ ബ്രാൻഡ് ഓണർ നമ്മൾ എത്ര ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും ബിഹൈൻഡ് ദ സീൻസ് കാണിക്കും ഈ ആൾക്കാർ ചോക്ലേറ്റ് ഫില്ല് ചെയ്യുന്നത്, ടു ഷോ ദാറ്റ് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് ചെയ്യുന്നത്. ഞാൻ ലിറ്ററലി എൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് ലിറ്ററലി എവറി ദറം നമ്മൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ലിറ്ററലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. കാരണം ആൾക്കാർ എൻഡ് ഓഫ് ദി ഡേ അവർ ഹാർഡ് ഏൺ മണിയാണ്. അപ്പോൾ 30 ദിറംസിന് ഒരു ബാർ വാങ്ങിക്കുമ്പോൾ അതിൽ എൻഡ് ടു എൻഡ് എവിടെ വേണം പോകുന്നത്. സ്പെഷ്യലി നിങ്ങൾ അഗ്രിഗേറ്ററിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 ദിറംസേ കിട്ടുള്ളൂ, എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് 8 ദിറംസ് വരെ കിട്ടും എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ പ്ലീസ് കടയിൽ വന്ന് വാങ്ങിക്കുക, ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കല്ലേ എന്നുള്ളത്. അപ്പം അത്രയും ഡീറ്റെയിൽ നമ്മളിപ്പോൾ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഫർമേഷൻ ഇഫ് ഐ ഹാഡ് ഇറ്റ് ലെറ്റ്സ് സേ കപ്പിൾ ഓഫ് ഇയേഴ്സ് ബിഫോർ, ഐ ഫീൽ ലൈക്ക് എനിക്ക് കുറച്ചും കൂടെ സ്കെയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. നമുക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഗൈഡൻസ് തരാനോ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ ഫൗണ്ടർ unless you are a part of a good community, or yeah, you have you are coming from that kind of family, you know, which has been done business for a while, family business ആണ്. Exactly. അപ്പം അങ്ങനെയാണ് പിന്നെയും അവരെ ജീൻസിലോ അല്ലെങ്കിൽ അവർ കണ്ട് വളർന്ന സിറ്റുവേഷൻസിൽ ഉണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ നിന്ന് വന്നു, ഒരു ഡിഗ്രി ചെയ്ത് വർക്കൗട്ട് ആയില്ല, എന്നിട്ട് അവിടുന്ന് ഔട്ട് ഓഫ് നെസസിറ്റി നമ്മൾ പിവറ്റ് ചെയ്ത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ. അപ്പം നമ്മൾ ആ ബിസിനസ്സും പിവറ്റ് ചെയ്തു. അതെ, ആ ബിസിനസ്സും പിവറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ്, എവറി ഡേ ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷനും ഈ വാല്യൂ ഒക്കെ എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആണ് ഞാൻ ബേസിക്. അല്ലെങ്കിൽ വാട്ട് വുഡ് 10-year-old or 15-year-old അശ്വിൻ വുഡ് ഹാവ് വാണ്ടഡ് എന്നുള്ള ഞാൻ എനിക്ക് തന്നെയായ വാല്യൂ കൊടുക്കും. സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. പക്ഷെ ഐ വുഡ് തിങ്ക് ദാറ്റ് ഓക്കെ, വാട്ട് വുഡ് ബി ദ വാല്യൂ ദാറ്റ് 15-year-old അശ്വിൻ വുഡ് ഹാവ് വാണ്ടഡ് ടു ഹിയർ. ഞങ്ങൾ ഈ ആക്ച്വലി ഇക്കോമാഫിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ കാരണം അതാ. ഐ ഡോണ്ട് വാണ്ട് എനിവൺ ടു സഫർ ബിക്കോസ് ദേ ഡിഡ് നോട്ട് നോ. Actions should happen from a point of awareness, not ignorance. And sometimes ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചില കണ്ടന്റ് ഒക്കെ ഉണ്ടാവും, ചില കണ്ടന്റ് ഇപ്പം കാണുമ്പോൾ ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും. ടെല്ലിങ് ദാറ്റ് യു നോ കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മോട്ടിവേഷൻ, ഓൾ ഓഫ് ദാറ്റ്. ഇറ്റ് മൈറ്റ് സൗണ്ട് വെരി ലൈക്ക് ക്രിഞ്ച് ഓർ ജനറിഷ്, ബട്ട് ഓണസ്റ്റ്ലി അതിൻ്റെ സത്യം അതാണ്. ലൈക്ക് യു നോ ലൈക്ക് പീപ്പിൾ കീപ് സെയിങ് ഓക്കെ, നിങ്ങളൊരു ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും എന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കും വാട്ട് ഇസ് ദ വൺ ഗിവ് അവേ ദാറ്റ് യു ക്യാൻ ഗിവ് ടു എനി യങ് ഓണ്ടർപ്രണർ. ഐ കീപ് സേയിങ് ഇസ് ദാറ്റ് കൺസിസ്റ്റൻസി ബീറ്റ്സ് മോട്ടിവേഷൻ എവറി സിംഗിൾ ഡേ. ബിക്കോസ് എല്ലാ ദിവസവും നമുക്ക് മോട്ടിവേറ്റഡ് ആവാൻ പറ്റില്ല. നമുക്കത് പ്രാന്ത് വരും, നിൽക്കാൻ പറ്റില്ല, ഞാൻ സൂപ്പറാന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദ ഗോൾ ഇസ് ദാറ്റ് എല്ലാ ദിവസവും ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്. ഈവൻ ഇഫ് ഓൺ യുവർ വേഴ്സ്റ്റ് ഡേയ്സ്, ഹൗ ബാഡ് യു ഫീൽ,
കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഹാബിറ്റ് ആക്കിയിട്ട് കുറച്ച് ചെയ്യുക കറക്റ്റ്. ചില ദിവസം അതെ ഐ വിൽ കോമ്പൗണ്ട് 100% എക്സാക്ട്ലി. സോ സ്മോൾ എന്താ പറയുക മെസ്സേജസ് ലൈക്ക് ദാറ്റ് ഇമ്മൻസ് വാല്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ദോസ് ആർ ദ കൈൻഡ് ഓഫ് തിങ് എനിക്ക് ചെറുപ്പത്തിൽ കേട്ടാൽ എന്നെ ഹെൽപ്ഫുൾ രക്ഷപ്പെട്ടു പോയേനെ എന്നുള്ള നന്നായി പോയേനെ എന്നുള്ളൊരു ഫീലിംഗ് തരുന്നത്. ഇതാണ് എൻ്റെ മെയിൻ സൈക്കോളജി ബിഹൈൻഡ് ക്രിയേറ്റിംഗ്. So you are talking to your 15-year-old self. 100%. That is my whole strategy. That is my whole goal. So and most importantly ഞാൻ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we think about ourselves too much. The honest truth is that nobody cares about us. നമ്മളെ പറ്റിയിട്ട് ആർക്കും ഒരു കെയറും ഇല്ല. They don't care. They don't care. കാരണം നമ്മളെ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്ക് നമ്മൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഞാൻ ഇന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ക്രിഞ്ച് ആയിരിക്കുമല്ലോ എന്നുള്ളത്. ഈ ക്രിഞ്ച് എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെയും കടിച്ചു പിടിച്ച് യു ഹാവ് ടു ക്രോസ് ദാറ്റ് പാത്ത് ബിക്കോസ് ഓൺലി വി തിങ്ക് വി ആർ ക്രിഞ്ച്. നമ്മൾ ആ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം 3 സെക്കൻഡ്, അതിന്റെ അപ്പുറം അപ്പൊ തന്നെ ആൾക്കാർ സ്വൈപ്പ് ചെയ്ത് അടുത്ത കണ്ടന്റിലേക്ക് പോകും. മനസ്സിലായി? 1 സെക്കൻഡ് അപ്പൊ തന്നെ ദ ഗായ് ഹാസ് ഫൊഗോട്ടൻ അബൌട്ട് us. നമ്മളെ പറ്റി ഒരു ഓർമ്മ പോലും ഉണ്ടാവില്ല. പിന്നെ എന്ത് ക്രിഞ്ച്, പിന്നെ ആരാണ് നമ്മളെ പറ്റി പറയാൻ പോകുന്നത്? മൈറ്റ് ആസ് വെൽ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിൽ അത് ലെവറേജ് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യാന്നാണ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് to not give a shit. That is the biggest factor because nobody gives a shit about you. True. Yeah. So ഒരു ഡൗട്ടും ഇല്ല. ഇത് കൊണ്ട് തന്നെയാണ് മീൻസ് അത് മനസ്സിലാക്കിയ ദിവസം മൈ ലൈഫ് ചേഞ്ച്ഡ്. വെറുതെ അവരിതൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് ഞാൻ ഒരാഴ്ച ഈ പോഡ്കാസ്റ്റ് ഒക്കെ ഞാൻ കണ്ടന്റിലേക്ക് ഇറങ്ങിയപ്പം ആദ്യത്തെ ഒരാഴ്ച ട്രോളായിരുന്നു. സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ് ആക്റ്റീവ് ആവുന്നു, സ്കൂൾ ഗ്രൂപ്പ് ആക്റ്റീവ് ആവുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ ഒറ്റൊരുത്തന്റെ വിവരമല്ല. എക്സാക്ട്ലി. They don't care. അടുത്ത വിഷയം. And then they came back. അതെ. Because we made it. അതെ, അതാണ് അതൊരു രസമുള്ള പരിപാടി, മറ്റൊരു സുഖമുള്ള പരിപാടി. ഓക്കെ. അപ്പൊ നിങ്ങള് പിന്നെ കണ്ടന്റ് ആദ്യം തന്നെ പെർഫോം ചെയ്ത് തുടങ്ങി. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? കണ്ടന്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഫസ്റ്റ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ലോട്ട് ഓഫ് അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2-3 ആകുമ്പോ ഇവൻ തന്നെയാണോ വീണ്ടും എന്നുള്ളൊരു മൂഡായി, ഡെയിലി തന്നെയാണല്ലോ എന്നുള്ള മൂഡായി. അപ്പൊ ഒരു ഡിപ്പായി. പിന്നെ ഞാൻ തന്നെ അനലൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിലൊരു വാല്യൂ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നെ പറ്റി പറയുന്നു, രാവിലെ ഞാൻ എണീച്ചു, ഞാൻ ഷോപ്പിൽ പോയി ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, കഴിഞ്ഞു. അപ്പോൾ അതെന്നെ ഇട്ട് തുടങ്ങിയപ്പോൾ ഒരു വാല്യൂ ഇല്ലാന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഓക്കെ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം പ്ലാറ്റ്ഫോംസ് ലൈക്ക് അലക്സ് ഹോർമോസി അല്ലെങ്കിൽ ഇതേപോലത്തെ ആൾക്കാരെ ഫോളോ ചെയ്യുന്നത്, അവരെനിക്ക് വാല്യൂ തരുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഐ ഹാവ് ഹിറ്റ് ദാറ്റ് ഫോളോ ബട്ടൺ. സോ വിത്തൗട്ട് ഗിവിംഗ് വാല്യൂ ഇറ്റ്സ് എ പോയിന്റ്ലെസ് ജേർണി. അതെ. അപ്പം ചില ആൾക്കാർ പറയും ഓക്കെ പക്ഷെ ഞാൻ ഒരു സക്സസ്ഫുൾ ബിസിനസ്സോ അല്ലെങ്കിൽ ഞാനൊരു IPO അല്ലെങ്കിൽ ഞാനൊരു എക്സിറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. എനിക്കും ആ തോട്ട് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ബിസിനസ് ആയിട്ട് ഇപ്പൊ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഒരു 3-4 ഇയേഴ്സേ ആയിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ഞാൻ എന്താ തള്ളുക ആ ഒരു ചോദ്യം വരും. അപ്പൊ എന്റെ മനസ്സിൽ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് മീ സ്റ്റാർട്ട് ബൈ ഗിവിംഗ് അഡ്വൈസ് ടു മൈ യങ്ങർ സെൽഫ് എന്നുള്ളത്. ആ ഒരു 1 ഇയറിലുള്ള ജേർണിയുടെ അഡ്വൈസ് ആയാലും മതി, 2 ഇയർ ജേർണി അഡ്വൈസ് ആയാലും മതി. ദാറ്റ് ബിൽഡ്സ് എ ലോട്ട് ഓഫ് ക്രെഡിബിലിറ്റി. സോ it helped me in that way to think about my content. Nice. അപ്പൊ ആദ്യത്തെ ഒരു ഈ കോണ്ടന്റ് ജേർണിയിൽ ഏറ്റവും വലിയ പ്രശ്നം ആദ്യത്തെ 2-3 വീഡിയോസ് ഒക്കെ ഇടും, പിന്നെ നടക്കണില്ല. അപ്പൊ നിങ്ങൾക്ക് ആ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു കോണ്ടന്റിൽ ചെയ്യുമ്പോൾ? അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ ഈ മോട്ടിവേഷൻ ഫാക്ടർ ഉണ്ടല്ലോ, ഞാൻ മോട്ടിവേറ്റഡ് ആവുമ്പോൾ കണ്ടന്റ് ഇടാം എന്നുള്ള മൂഡിലാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് സംഭവിച്ചു വെച്ചാൽ ഓക്കെ ആദ്യം പേജ് ക്രിയേറ്റ് ചെയ്തല്ലോ, അപ്പൊ അന്നത്തെ ആ 2 ആഴ്ച ചറവറാന്ന് പോയി. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ടയർഡായി. ഓക്കെ കാരണം ആ സമയത്ത് ലൈക്ക് ഇപ്പോൾ ഒരു എഡിറ്റർ ഉണ്ടെങ്കിലും ആ സമയത്ത് എല്ലാം ഷൂട്ടിങ്ങും എഡിറ്റിംഗ് എല്ലാം ഞാൻ തന്നെയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഭയങ്കര സാച്ചുറേഷൻ ആയിപ്പോയി എനിക്ക്. ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയി. നിങ്ങൾ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അത് സാധനം അവിടെ വെക്കും, എന്റെ സക്ഷൻ സാധനം ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒട്ടിച്ച് വണ്ടിയില്ല. പക്ഷെ it's brilliant, so but now I've managed to at least get an editor on board, അപ്പോൾ അതനുസരിച്ചിട്ട് it helps me. So what I do is that I do content batching. അപ്പം ആ ഒരു സാച്ചുറേഷൻ വന്നപ്പം എനിക്ക് കണ്ടന്റ് ഇടാൻ പറ്റിയില്ല. പിന്നെ 2 ആഴ്ച ഗ്യാപ്പാ. അപ്പൊ ഒബ്വിയസ്ലി ആ കൺസിസ്റ്റൻസി ഇല്ല. പീപ്പിൾ ഫർഗെറ്റ്, കൺസിസ്റ്റൻസി ഇല്ല. അൽഗോറിതം ഇസ് നോട്ട് ഫോർഗിവിംഗ്, ദേ ഓൾസോ ഫർഗെറ്റ്. അപ്പം അത് കഴിഞ്ഞ് അതെ തീർച്ചയായിട്ടും. അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് ശരിയാവില്ല. ആൻഡ് പ്ലസ് വി ഹാവ് എൻ ആക്ച്വൽ ബിസിനസ് ടു ലുക്ക് ആഫ്റ്റർ, റൈറ്റ്? ദിസ് ഇസ് നോട്ട് മൈ ബിസിനസ്. ദെൻ വാട്ട് ഐ സ്റ്റാർട്ട് ഡൂയിങ് ഇസ് ദാറ്റ് ഞാൻ സ്ക്രിപ്റ്റ് കമ്പൈൽ ചെയ്യും, മൊത്തത്തിൽ കമ്പൈൽ ചെയ്യും. പിന്നെ എഡിറ്ററും കൂടെ വന്നപ്പോൾ പിന്നെ നമ്മൾ ഇരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് കോണ്ടന്റ് മൊത്തത്തിൽ ബാച്ച് ആയിട്ട് നമ്മൾ
ക്രിയേറ്റ് ചെയ്ത് വെക്കും, ആ. റൈറ്റ്? സോ ഹീസ് ഓൾസോ ഇൻ ദ ലൂപ്പ്. ആ. എന്നിട്ട് ഞാൻ രാവിലെ ഒരു ദിവസം ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ എണീക്കും, ഒരു 7 മണിക്ക് പോയിട്ട് ആരും ഉണ്ടാവില്ല, സ്റ്റാഫും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. ഞാൻ തന്നെ ഇരുന്നിട്ട് സാധനം ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് ചാറാ പറയാന്ന് പറഞ്ഞിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുള്ള വീഡിയോ കാണാൻ. നല്ല അടിപൊളിയായിട്ട്. അതും ഞാൻ നോട്ടീസ് ചെയ്താറില്ല. ഞാൻ നോട്ടീസ് അത് ഇംഗ്ലീഷ് കണ്ടന്റ്, ഇതെന്താ ഇപ്പൊ എനിക്ക് കാണിക്കണം, അത് ഞാൻ വിചാരിച്ചു വൈ ഇസ് ദിസ് ഓൺ മൈ ഫീഡ്. അങ്ങനെ അത് നോക്കി ഇംഗ്ലീഷിൽ കണ്ടന്റ്, ഓക്കെ അശ്വിൻ നായനാർ മലയാളി. പിന്നെ അത് നോക്കിയപ്പോ ദുബായ് മലയാളി, ബ്രോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ദുബായ്. അതൊക്കെ എന്റെ കറക്റ്റാ. ഞാൻ മലയാളം അറിയൂല എന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ബാച്ച് ചെയ്യും. അപ്പൊ പിന്നെ എനിക്ക് ഒരു ദിവസം എല്ലാ ആഴ്ച ഒരു ദിവസം ചെയ്യും, എല്ലാ 2 ആഴ്ചയിലും ഒരു ദിവസം ചെയ്യും. എന്നിട്ട് ഞാനൊരു ചില ദിവസം 7, ചില ദിവസം 10, എനിക്ക് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ഐഡിയാസ് ഐ ഹാവ്. എന്നിട്ട് ഞാൻ എല്ലാം കൂടി എഡിറ്ററിന് കൊടുക്കും. പിന്നെ 2 ആഴ്ച ഞാൻ ഇതിനെപ്പറ്റി മറക്കും, എന്നിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കും കണ്ടന്റ്. എന്നാലേ എനിക്ക് സമാധാനമായിട്ട് ഐ ക്യാൻ ഡു അതർ തിങ്സ്, കച്ചവടം ചെയ്യണല്ലോ. അതെ, എന്നാലും നമുക്ക് എഡിറ്ററിന് പോലും കാശ് കൊടുക്കാൻ പൈസ ഇല്ല ഇവിടെ, അപ്പോഴാണ് കച്ചവടം ചെയ്താൽ ശരിയാവുള്ളൂ. അപ്പം ബാച്ച് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും, പ്ലാൻ ചെയ്യും. അപ്പം ബേസിക്കലി ഒരു ബേസിക് പ്ലാനിങ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. അതിപ്പോൾ നമ്മൾ എന്തായാലും ബി ഇറ്റ് ഇൻ യുവർ ലൈഫ്, യുവർ ബിസിനസ് ഓർ വാട്ട് എവർ ഇസ് കോണ്ടന്റ് ഓൾസോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ചെറിയ എമൗണ്ട് ഓഫ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്ന് കുഴപ്പമില്ല, മറ്റന്നാൾ ഫ്രീ ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ചിലപ്പം ഒരു 2 ആഴ്ച നടക്കുമായിരിക്കും, പക്ഷെ അതിൽ നിന്നൊരു ഒരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് പ്ലാൻ വേണം. തീർച്ചയായും. നമ്മളും ആക്ച്വലി പിന്നെ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ ആദ്യം വെറുതെ 2-3 മാസം കൂടുമ്പോൾ ഒരു എപ്പിസോഡൊക്കെ റിലീസ് ചെയ്യും. പിന്നെ നമുക്ക് തന്നെ മനസ്സിലായി ഇത് ഇങ്ങനെ റിലീസ് ചെയ്താൽ ശരിയാവില്ല, വി നീഡ് ടു ബാച്ച്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാനും അത് എൻ്റെ ഒരു KPI ആയിട്ട് കാണാൻ തുടങ്ങി. എനിക്ക് തന്നെ ഇന്റേണലി കുറച്ച് KPIs ഉണ്ടാവും. ലൈക്ക് എനിക്ക് ഈ ഒരു മന്ത് ഒരു 3 പുതിയ ക്ലയൻസിനെ എനിക്ക് ഓൺ ബോർഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കീ അക്കൗണ്ട് എനിക്ക് എല്ലാ ക്വാർട്ടർ ഓൺ ബോർഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് ഇന്റേണലി ഞാനൊരു KPIs വെച്ചു. അതേപോലെ തന്നെ എനിക്കൊരു KPI ഉള്ള വെച്ചാൽ എല്ലാ മാസവും ഒരു 12 വീഡിയോ ചെയ്യണം എന്നുള്ളത്. അത് എനിക്ക് 12 ഒറ്റടിക്ക് ഷൂട്ട് ചെയ്യണോ ആഴ്ചക്കുള്ള എന്നുള്ള എൻ്റെ ഒരു ടൈം പോലെ ഇരിക്കും. പക്ഷെ ഐ കൺസിഡർ മൈ പോസ്റ്റ് ഇസ് മൈ KPI, which I kind of give it to myself. പിന്നെ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഐ തിങ്ക് ആസ് എനി ബിസിനസ് പോലെ തന്നെ നമ്മൾക്ക് അതിൽ നിന്ന് ചെറിയൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് ടൈമും കാര്യങ്ങളും കണ്ടെത്തി നമ്മൾ ചെയ്യും. അതെ, പക്ഷെ അത് ഓൾമോസ്റ്റ് എനിക്ക് ഇത്രയും 6 months അല്ലെങ്കിൽ 8 months കഴിഞ്ഞു. കുറെ ആൾക്കാർ ചിലപ്പോൾ 1 month കഴിഞ്ഞാൽ തന്നെ ഡ്രോപ്പ് ചെയ്യും. അത് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ കുറച്ച് പ്ലാനിങ് വേണം. ബാച്ചിങ് അടിപൊളി പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. Still you are continuing influencer marketing? I am continuing. Why? Because there are still newer audiences എനിക്ക് ടാർഗറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പല ഇൻഫ്ലുവൻസർ നിങ്ങൾ തന്നെ കൊളാബ് ചെയ്യും. തീർച്ചയായിട്ടും. ഒരു ചെറിയ അല്ല, ഒരു ഫൗണ്ടർ ബ്രാൻഡ്. അതെ. അപ്പൊ നിങ്ങൾ കൊളാബ് ചെയ്യും. തീർച്ചയായിട്ടും. ഓക്കെ.